ഡീ, നീ എവിടേക്കാടി പോണേ? നിന്നെ രക്ഷിക്കാൻ ഇവിടെ ഒരുത്തനും വരാൻ പോണില്ല. ഡീ, ഇങ്ങ് വാ. എന്നെ രക്ഷിക്കണേ. അയ്യോ, കുട്ടി കുട്ടി കണ്ണു തുറക്ക് കുട്ടി. ഡാ, നീ ആരാടാ? അവളെ വിട്ടേക്ക്. ഡാ, എന്തു പറ്റി? നീ ഇവളെ പിടിക്ക്. ഡാ, മര്യാദയ്ക്ക് അവളെ വിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഓ റിയലി? എന്നാ ഒന്ന് അറിയണമല്ലോ. അറിയിക്കാടാ, വാ. ഡാ മോനെ, കളിക്കുമ്പം ആളറിഞ്ഞു വേണം കളിക്കാൻ. മോൻ പോയി കുറച്ചുകൂടെ മസിലൊക്കെ പെരുപ്പിക്ക്, കേട്ടോ? ഡാ ജോണേ, വണ്ടി എടുക്ക്. മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഈ ക്ഷീണം അങ്ങ് മാറിക്കോളും. അല്ല, മറ്റേ പെൺകുട്ടിക്കോ? ആ കുട്ടിയെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോക്കിലാവാം ബോധം പോയത്. എന്തായാലും ഇപ്പം കുഴപ്പമൊന്നുമില്ലടാ. ഡാ സാമേ, എഴുന്നേൽക്ക്. ആ ചേട്ടത്തി. ഡാ, നീ ഇങ്ങനെ ഇരിക്കാതെ റൂമിൽ പോയി കിടക്ക്. ഇന്നലെ നീ ഒരു പോള കണ്ണടിച്ചില്ലല്ലോ. ഇപ്പം അല്ലുമോൾക്ക് കുറവുണ്ട്. ഇനി ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല്. ശരി ചേട്ടത്തി. അല്ല, അവൾ എഴുന്നേറ്റോ? ഇല്ലടാ. ആ ജോണേ, ഡാ, ഇന്ന് നീ ഓഫീസിൽ വരണ്ട. അത് ശരിയാ, നീ ഇന്ന് റെസ്റ്റ് എടുക്ക്. ഇന്നലെ ഉറങ്ങിയൊന്നും ഇല്ലല്ലോ. ശരി, ഞാനൊന്ന് പോയി കുളിക്കട്ടെ. എന്നാ ഞാൻ ഓഫീസിലേക്ക് പോകുക. പോയി വാടാ. അന്ന, ഏതനെവിടെ? അവനിന്ന് സ്കൂളിൽ പോണില്ലേ? അല്ലുമോൾ ഇല്ലാത്തത് കൊണ്ട് അവനും പോണില്ലാന്ന് പറഞ്ഞിച്ചായ. ദേ, അവിടെ ഇരിപ്പുണ്ട്. ആ, ബെസ്റ്റ്. ഡി, ഞാനിന്ന് വരില്ല കേട്ടോ. അതെന്താടാ? അല്ലൂന് വയ്യ, പിന്നെ എനിക്കും മടിയ. എന്നാ ഞാനും പോണില്ല. അതെന്താ? നീ ഇല്ലല്ലോ. നീ കൂടെ ഇല്ലേൽ പിന്നെ ബോറായിരിക്കും. ഈ പെണ്ണ്. ഐ ലവ് യു മുത്തേ, മൈ സ്വീറ്റ് ഹാർട്ട്. മതി മതി പഞ്ചാരിയടി, ഞാൻ വെക്കുക. ഇവിടെ ചേച്ചിയുടെ ലവർ വന്നിട്ടുണ്ട് താമസിക്കാൻ. സോ അധിക നേരം ഫോണിലിരിക്കാൻ പറ്റൂല. ആ ചേട്ടനെ പോലെ എന്നാടി എനിക്കും നിന്റെ വീട്ടിൽ നിൽക്കാൻ ഭാഗ്യം ഉണ്ടാവുക. മോൻ പഠിച്ച് വലിയതാവും, ബാക്കി അപ്പം നോക്കാം. ഇപ്പൊ ഞാൻ വെക്കുക. ബൈ ബൈ. ചേച്ചി, ആരോടാടി രാവിലെ തന്നെ ഒരു പഞ്ചാരയടി? അതെന്റെ ഫ്രണ്ടാ. ബോയോ ഗേളോ? ഈ ചേച്ചിക്ക് എന്താ? കണ്ടോ ഏട്ടാ, ഈ ചേച്ചി ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നേ. എന്താടി നിനക്ക്? നകുലെ, ഇവള് രാവിലെ തന്നെ ഏതോ ഒരുത്തനെ വിളിച്ച് പഞ്ചാര അടിക്കുന്നു. അതിനെന്താ, ഈ പ്രായത്തിൽ ഇതൊക്കെ സർവ്വസാധാരണയല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടേ ഏട്ടാ. ഡീ, ആ ഞാൻ പോണ്. അമ്മേ, ഞാനിന്ന് സ്കൂളിൽ പോണില്ല. ഫുഡ് എടുത്ത് വെച്ചോ? ആഹാ, നീ ഇന്ന് സ്കൂളിൽ പോണില്ല അല്ലേ? ഇവിടെ ഇന്ന് ഞാൻ അവിടെ നിക്കെന്റെ സക്കരേ.
ദാ വിട്, അമ്മ കാണും. കാണട്ടെ, അമ്മയ്ക്കെല്ലാം അറിയാവുന്നതല്ലേ. നകുലേ. പിടിവിടാം. പക്ഷേ ഈ സക്കര എന്റെ വായിൽ ഇച്ചിരി പഞ്ചാര തന്നാൽ ഞാൻ വിടാം. അയ്യടാ, ഇപ്പൊ തരാം ഞാൻ. എന്നാ ഞാൻ പിടിവിടില്ല. ദാ നകുലേ. താ, വേഗം തന്നാൽ വേഗം പോകാം. ശ്ശോ, ഇവൻ. തരാം. നല്ല മധുരം. എവിടെ കാണുന്നില്ലല്ലോ. ആ, വന്നു. ടീച്ചറെ, ജൂഹിയുടെ അങ്കിളല്ലേ? ഓ നശിപ്പിച്ച്. അങ്കിളാവാനുള്ള പ്രായമൊന്നും എനിക്കില്ല. ഞാൻ ചെറുപ്പമാ. ആണോ? മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? അത് പറയാനാ ഞാൻ വന്നേ. അവൾക്ക് പനി കുറവുണ്ട്. എന്നാലും 2 ദിവസത്തേക്ക് ലീവ് വേണം. അയ്യോ, ഞാനല്ല അവളുടെ ക്ലാസ് ടീച്ചർ, സത്യഭാമയാണ്. സാരമില്ല, ടീച്ചർ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞോളാം. സത്യഭാമ? ആ കുട്ടി ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. ഇന്നലെ ആ കുട്ടിയെ. എന്റെ ഈശ്വര, എന്റെ ഭാമ. അതെ, ഇയാളെ വീട്ടിലേക്കാണോ? ഞാനും കൂടെ വന്നോട്ടെ? അത് ബുദ്ധിമുട്ടാണെ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ പൊയ്ക്കോളാം. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? താൻ കേറിക്കോ. അവള് എഴുന്നേറ്റിട്ടുണ്ടാകുമോ? ഒന്ന് പോയി നോക്കാം. സിന്നഞ്ചിരി സിന്നഞ്ചിരി രഹസ്യമേ, സിന്നഞ്ചിരി സിന്നഞ്ചിരി രഹസ്യമേ, സിന്നഞ്ചിരി സിന്നഞ്ചിരി അതിശയമേ, സിന്നഞ്ചിരി വിരൽ കൊട്ടി, சின்னஞ்சிறு சின்னஞ்சிறு இடம் கொடு, சின்னஞ்சிறு ஆசைக்கு போய் சொல்ல தெரியாது. சின்னஞ்சிறு சின்னஞ்சிறு ரகசியமே, சின்னஞ்சிறு சின்னஞ்சிறு அதிசயமே, എന്നെ അയാൾക്ക് കൊടുക്കല്ലേ പ്ലീസ്. എന്നെ വിട്ട് കൊടുക്കല്ലേ പ്ലീസ്. എന്നെ കൊടുക്കല്ലേ. ഏയ്, കൂൾ ഡൗൺ. ഞാൻ കൊടുക്കില്ല. പേടിക്കണ്ട, ഞാൻ കൊടുക്കില്ല. പ്ലീസ്, എന്നെ വിട്ട് കൊടുക്കല്ലേ പ്ലീസ്. എന്നെ ഉപദ്രവിക്കല്ലേ പ്ലീസ്.
സത്യ, സിന്നഞ്ചിര് സിന്നഞ്ചിര് രഹസ്യമേ സിന്നഞ്ചിര് സിന്നഞ്ചിര് അതിശയമേ താനിവിടെ സേഫാ, ആരും ഒന്നും ചെയ്യില്ല. മാമേ, മിത്രേ, എന്താടാ, എന്താ ഉണ്ടായേ? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. ഇവര് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് പോട്ടെ. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. മാമേ, ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇവിടെ തന്നെ ആരും ഒന്നും ചെയ്യില്ല. അതേ മോളെ, മോള് പേടിക്കണ്ട കേട്ടോ. അല്ല, ശരിക്കും ഇന്നലെ എന്താ സംഭവിച്ചേ? അത് പാവം എന്റെ മോള്, ഒരുപാട് സഹിച്ചല്ലേ നീ. മോനെ, ഇപ്പം തന്നെ പോലീസിനെ വിളിക്ക്, കംപ്ലൈന്റ് കൊടുക്കാം. അയ്യോ വേണ്ട, ഒന്നും വേണ്ട. മോളെ, നിന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നേ. വേണ്ട, എനിക്ക് ആരുമില്ല. എനിക്ക് പേടിയാ. മോള് പേടിക്കണ്ട, മോളുടെ കൂടെ ഞങ്ങളുണ്ട്. അല്ലൂസേ, മോളെ. ടീച്ചർ അല്ലുവിനെ കാണാൻ വന്നതാണോ? ആടമുത്തേ, ടീച്ചർ അല്ലുവിനെ കാണാൻ വന്നതാ. ഹായ്, ദേ നോക്കിക്കേ, എന്റെ പണിയൊക്കെ പോയി. ആണോ? ഞാനൊന്ന് നോക്കട്ടെ. ശരിയാ, അല്ലൂസിന്റെ പണിയൊക്കെ പോയല്ലോ. വെടുക്ക് ക്യൂട്ടി. ടീച്ചർ എന്റെ പപ്പയെ കണ്ടിട്ടില്ലല്ലോ. ഇതാ എന്റെ പപ്പ. പപ്പേ, ഇതാ എന്റെ ഫേവറേറ്റ് ടീച്ചർ. പപ്പേ, താങ്ക് യു സോ മച്ച് ടീച്ചറിനെ കൊണ്ടുവന്നതിന്. ഐ ലവ് യു പപ്പേ. ലവ് യു മോളൂ. ഉമ്മ. അല്ല ജോണേ, നീ ഓഫീസിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ എങ്ങനെ വന്നു? അത് പിന്നെ ഞാൻ ഓഫീസിൽ പോകുന്ന വഴി സ്കൂള് കണ്ടപ്പം കയറി ലീവ് പറയാൻ ചെന്നപ്പം ടീച്ചറിനെ കണ്ടപ്പം അങ്ങനെ ഇങ്ങനെ വന്നതാ. മനസ്സിലായി. എന്തായാലും എല്ലാവരും വന്നിരിക്കെ, ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി. എന്റെ ഈശ്വര, എന്റെ മോന്റെ കോലം കണ്ടില്ലേ? ഏത് കാലമാടനാടാ നിന്നോടിത് ചെയ്തത്? എനിക്കറിയില്ല അമ്മ, പക്ഷെ ഒന്നുറപ്പാ, അതാ ഫാമയുടെ കാമുകൻ തന്നെ. അവന്റെ കൂടെയാ ഇന്നലെ രാത്രി അവള് പോയത്. മോനെ, എന്നാലും ഭാമ അവള്. നിങ്ങൾ മിണ്ടരുത്. നിങ്ങളാണ് അവളെ ഇത്ര വഷളാക്കിയത്. എന്റെ മോന്റെ കോലം കണ്ടില്ലേ? അവൾ ഇങ്ങോട്ട് വരട്ടെ. ഈ സാവിത്രി ആരാണെന്ന് അവൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അല്ല, മോൾ കുഴപ്പാണോ കംപ്ലൈന്റ് ഒന്നും വേണ്ടാന്ന്? അതെ, ഒന്നും വേണ്ട. എന്നാലും ഫാമേ, ഒരേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാ, കംപ്ലൈന്റ് ചെയ്തില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഇത് തന്റെ വീട്ടുകാരെ അറിയിക്കണം. ഇനിയും ഇങ്ങനെ ഉണ്ടായാൽ. ശരിയാ മോളെ, അവരിത് അറിയണം. മാമ ഒന്നും പേടിക്കണ്ട, ഞങ്ങള് കൂടെ ഉണ്ടാവും. എനിക്ക് അവിടേക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാ. പേടിക്കണ്ടടാ, നിന്റെ കൂടെ ഞാൻ വരാം. ഞങ്ങൾ ഫാമയെ വീട്ടിലാക്കി തരാം. ഇന്നലെ തന്നെ ഞങ്ങളാണല്ലോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. അതെ, തന്നെ തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ കൂടെയാ, അല്ലേ സാമേ? വാ, ഇടങ്ങാം. മക്കളെല്ലാവരും പോയിട്ട് വാ. അമ്മ എല്ലാം നല്ലതുപോലെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ടീച്ചർ, ടീച്ചർ എവിടെ പോവാ? ടീച്ചറിന്റെ വീട്ടിൽ പോവാ. അപ്പൊ ടീച്ചറിനെ തിരിച്ചു വരില്ലേ? എന്റെ അല്ലു,
ടീച്ചറിന്റെ വീട്ടിലല്ലേ താമസിക്കേണ്ടേ, അല്ലാതെ നമ്മുടെ വീട്ടിലാണോ? അതെന്താ നമ്മുടെ വീട്ടിൽ താമസിച്ചാൽ? അതിന് ടീച്ചർ ആരാന്നും പറഞ്ഞാ നമ്മുടെ വീട്ടിൽ താമസിക്കുക? എന്റെ അമ്മയായിട്ട് താമസിക്കാലോ. എനിക്ക് അമ്മയില്ലല്ലോ, അപ്പം ടീച്ചറിന് എന്റെ അമ്മയായിട്ട് നിന്നൂടെ ഇവിടെ? അല്ലു, മോളെ അങ്ങനെ പറ്റില്ല കേട്ടോ. നിങ്ങൾ എന്നാ ചെല്ലും. അല്ലു സിംഗ് വാ. ഏതാ അല്ലുവിനെ കൂട്ടി പോയി കളിക്ക്. ചെല്ലു മോളെ. ഓക്കെ മമ്മി. അല്ലൂസേ വാ, അച്ചാച്ചന്റെ കൂടെ കളിക്കാം. പാവ അല്ലു, ഒരമ്മയുടെ സ്നേഹം ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അതാവും അവൾ അങ്ങനെ പറഞ്ഞത്. എന്നാലും അന്നെ, ഞാൻ ആഗ്രഹിച്ച കാര്യവാ അല്ലു ആ പറഞ്ഞത്. ഞാനും അങ്ങനെ ആഗ്രഹിച്ചായിരുന്നു അമ്മേ. മാമ നല്ല പെൺകുട്ടിയാ. അല്ലുവിനെ പൊന്നു പോലെയാ നോക്കുന്നേ. മതി രണ്ടുപേരും സംസാരിച്ചത്. നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങൾ അകത്തേക്ക് ചെല്ലും. ആണോ? ഇപ്പൊ വന്നാ കാണാൻ പറ്റുമോടി? പറ്റും, നീ ഓടിവാ. കൂടെ നിന്റെ മോനെ വിളിച്ചോ, അവനും കൂടെ കാണട്ടെ ഇത്. ശരി, നീ ഫോൺ വെച്ചോ. മോനെ നിരഞ്ജ. ആ, എന്താ അമ്മേ? മോനെ, നമുക്കിപ്പം ഒരു സ്ഥലം വരെ പോകണം. വിദ്യമോളെ, നീയും വരണം. എവിടേക്കാ അമ്മേ? അതൊക്കെ നീ കണ്ടറിഞ്ഞാ മതി. ഇതെന്താ ഒരാൾക്കൂട്ടം? ഇവിടെ ആരെങ്കിലും ചത്തോ? ഡാ, ആവശ്യമില്ലാത്ത പറയാതെ. മിത്രേ, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കാതെ പാമേ. എന്തു വന്നാലും നമ്മൾ നേരിടും കേട്ടോ. എല്ലാരും ഇറങ്ങും. ഇത് ആ ബാമയല്ലേ? അതെ ദേ ഇന്നലെ അവന്റെ കൂടെ ആയിരുന്നു എന്നാ കേട്ടത്. കഷ്ടം തന്നെ. ഹോ, വന്നല്ലോ ശീലാവതി. ദേ, ഈ വീടിന്റെ പടി കടക്കരുത് നീ. അമ്മായി, ആരാടി നിന്റെ അമ്മായി? കണ്ട തേവിടിച്ചുകൾക്കൊന്നും താമസിക്കേണ്ട സ്ഥലമല്ലേ ഇത്. ഇറങ്ങി പൊക്കോണം നീ. അമ്മേ, ദേ ഇവനാ ഇന്നലെ എന്നെ അടിച്ചിട്ടിട്ട് ഇവളെ കൊണ്ട് പോയത്. എടാ, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ എന്റെ കൊച്ചിനെ തൊട്ടത്? ഏയ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇന്നലെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതെന്താടോ ഞാൻ കാണുന്നേ? എന്റെ മോനെ പട്ടിയെ പോലെ തല്ലി ചതച്ചതും പോരാഞ്ഞിട്ട് ഇരുന്ന് ന്യായം പറയുന്നു. അതെ, അവന് കിട്ടേണ്ടത് തന്നെയാ ഇവൻ കൊടുത്തത്. ആരുമില്ലാത്ത സമയത്ത് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കിയതും പോരാഞ്ഞിട്ട് ഇപ്പൊ കുറ്റം പറയുന്നു. എന്റെ ഈശ്വര, പച്ച നുണയാണ് അമ്മ ഇവര് ഈ പറയുന്നത്. ഞാനിന്നലെ വന്നപ്പോൾ ദേ ഇവനുമായിട്ടിരുന്ന് അത് ചോദിക്കാൻ ചെന്ന എന്നെ ഇവൻ അടിച്ചു. എന്താ മോളെ ഞാൻ ഈ കേൾക്കുന്നേ? അമ്മാവ, ഇതൊന്നും സത്യമല്ല. ഈ മാധവേട്ടന എന്നെ ഇന്നലെ എന്റെ മോനെ കുറിച്ച് അപവാദം പറയുന്നോടി പിഴച്ചവളെ. ദേ, കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? ഓ, ഇവളുടെ കൂട്ടുകാരിയല്ലേ നീ? ഇനി ഇവളെപ്പോലെ നീയും. ദേ, അതെ അമ്മായി, കണ്ടവനെ കിട്ടിയില്ലെങ്കിൽ
കിട്ടിയവന്റെ നെഞ്ചത്ത് കുതിര കയറുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിക്കോ. അല്ലേൽ തടി കേടാവും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഡാ, നീ എന്റെ അമ്മയെ തല്ലുവെന്നല്ലേടേ ഈ പറഞ്ഞേ? അമ്മയെ മാത്രമല്ല, വേണ്ടി വന്ന മോനെയും തല്ലു. ഡാ, നിർത്ത്. നമ്മളിവിടെ വന്നത് വഴക്കുണ്ടാക്കാനില്ല, അത് പരിഹരിക്കാനാ. എന്ത് പരിഹരിക്കാൻ? ഇവിടെ ഒന്നും പരിഹരിക്കാനില്ല. ദേ, ഇപ്പം തന്നെ ഇവള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇനി ഒരു നിമിഷം പോലും ഇവളിവിടെ നിൽക്കാൻ പാടില്ല. അമ്മായി, അമ്മാവ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിർത്തടി. നിന്റെ ഈ പൂങ്കണ്ണീര് കണ്ട് മയങ്ങി വീഴുന്ന പല ആൺപിള്ളാരും കാണും ഇവിടെ. അവരുടെ അടുത്ത് നിന്റെ വേലത്തിന് ഇറക്കിയാൽ മതി. ഇന്ന് നിന്റെ ബാഗും സാധനങ്ങളും ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ഇവളെ ഇടക്കി വിടമ്മേ. അല്ലേലും ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഇവളെ നോക്കാൻ ആൾക്കാർ ഒരുപാട് കാണും. അല്ലേൽ വേണ്ട, ഇന്നലെ അന്തി ഉടങ്ങിയ ഇവന്റെ കൂടെ തന്നെ പോയിക്കോ. അതാകുമ്പോ നിനക്ക് കുറച്ചുകൂടെ സൗകര്യമാകുമല്ലോ. ഇനി ഇമ്മാതിരി ചെറ്റത്തരം നിന്റെ നാവീന്ന് വന്നാൽ ആ നാവിങ്ങ് ഞാൻ പിഴുതെറിയും. മനസ്സിലായോടാ നായിന്റെ മോനെ? സാമേ, വേണ്ടടാ. എന്റെ മോനെ നീ അടിക്കും അല്ലേടാ? അടിക്കും. വേണ്ടി വന്ന നിങ്ങളെയും അടിക്കും. സ്വന്തം മകനെ നല്ല രീതിയിൽ വളർത്തുന്നതിന് പകരം ഒരു മൃഗമാക്കി മാറ്റുന്ന നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകളെ കണ്ടാൽ ഞാൻ അടിക്കും. തെറ്റ് കണ്ടാൽ അത് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്നതാവണം ഒരമ്മ ചെയ്യേണ്ടത്. അല്ലാതെ ആ തെറ്റിനെ ന്യായീകരിച്ച് പ്രോത്സാഹിപ്പിച്ച് ദേ ഇവനെപ്പോലെ സ്വന്തം പെങ്ങന്മാരെ പോലും ഉപദ്രവിക്കുന്ന ഈ ചെറ്റയെ കണ്ടാലും ഞാൻ അടിക്കും, അടിച്ചിരിക്കും. നീയാണ് മോനെ ഈ കഥയിലെ ഹീറോ. ഡാ, നീ അത്ര വലിയ ഷോ ഒന്നും നടക്കണ്ട. ഇന്നലെ ഇവളെ പാതിരാത്രിക്ക് കൊണ്ടുപോയിട്ട് ദേ ഇപ്പോഴാ നീ ഇവളെ തിരിച്ചു കൊണ്ടുവന്നേ. ഇത്രയും നേരം എടുക്കാൻ നിനക്ക് എന്തായിരുന്നു ഇവളുമായിട്ട് പരിപാടി? ഓ, ഇവന് കിട്ടിയതൊന്നും പോരാന്നാ തോന്നുന്നേ. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇന്നലെ പോയവള് കേറി വന്ന സമയം നോക്ക്. ഓ, ഈ ഒരുമ്പെട്ടവള് കാരണം തലയെ മുണ്ടിട്ട് നടക്കേണ്ടി വരുമല്ലോ എന്റെ ഈശ്വര. ഇനി ഞങ്ങള് നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇനി ഈ വീട്ടിലേക്ക് ഏതെങ്കിലും പെണ്ണ് കേട് വരുമോ? എന്റെ കൊച്ചിന്റെ ഭാവിയെ നശിപ്പിച്ചല്ലോടി നീ. ഇവൻ കെട്ടിയില്ലെങ്കിലേ ഈ കേരളത്തിലുള്ള പെൺകുട്ടികളുടെ ജീവിതവും ഭാവിയോ രക്ഷപ്പെടുന്നത്. ഇവനെ പോലെയുള്ളവർക്ക് ഒന്നും പെണ്ണ് കിട്ടാനേ പാടില്ല. എന്താടാ എന്റെ മോനെ കുറിച്ച് നീ പറഞ്ഞത്? സാവിത്രി, നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ മോനെ കുറിച്ച് ഇവര് എന്താ പറയുന്നതെന്ന്? ഓ, നിങ്ങൾക്ക് നമ്മുടെ മോനേക്കാളും വലുത് ഇവളാണല്ലോ അല്ലേ? മോളെ, നീ ഇനി ഇവിടെ നിൽക്കണ്ട. നിന്നാൽ ഇനി എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ലെന്ന് വരും. മോള് പൊയ്ക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ. അമ്മാവ, ഞാൻ എവിടേക്ക് പോകും? എനിക്ക് ആരുമില്ല. ആരുമില്ലാത്തവരുടെ കൂടെ ദൈവം ഉണ്ടാവും മോളെ. അമ്മാവ, മതി, നിർത്തടി നിന്റെ നാടകം. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്. ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. വേണ്ട മോളെ, മോള് വിഷമിക്കണ്ട.
മോൾക്ക് ബുദ്ധിമുട്ടില്ലേ ഞങ്ങളുടെ വീട്ടിൽ കഴിയാം. ശരിയാ ഭാമേ, നീ ഇവിടെ നിന്നാൽ നിന്റെ ജീവിതം ഇവര് നശിപ്പിക്കും. ഹോ, ഇതിപ്പോ സൗകര്യമായാലോടാ. ഇനി നിനക്ക് ഇവളെ കാണാൻ ഇതുപോലെ പാതിരാത്രി വലിഞ്ഞു വരണ്ടല്ലോ. ഇനി എന്തും വീട്ടിലാകാലോ. എന്താടാ നീ എന്റെ അനിയനെ കുറിച്ച് പറഞ്ഞത്? അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്റെ അനിയൻ തന്നെയല്ലേ എന്റെ കുട്ടിയുടെ ജീവിതം കളഞ്ഞത്. നോക്ക്, ഈ നാട്ടുകാരുടെ മുൻപിൽ ഇവളെ നിങ്ങൾ ചീത്തയാക്കിയില്ലേ. ഇനി എന്റെ കുട്ടി എങ്ങനെ പുറത്തിറങ്ങും? അവളുടെ ജീവിതമല്ലേ നിങ്ങൾ കളഞ്ഞത്. ഇവൾ ഇത്രയ്ക്കും വൃത്തികെട്ടവളായിരുന്നാ? ദേ, നമ്മുടെ മക്കളെ കൂടെ ഒന്ന് സൂക്ഷിച്ചേക്കണം, അല്ലെങ്കിൽ ഇവൾ അവരെ കൂടെ ചീത്തയാക്കും. ഇവൾക്ക് വേണ്ടി ഇത്രയും സംസാരിക്കാൻ വേണ്ടി മാത്രം ഇവളുടെ ആരാ ഇവര്? കേട്ടില്ലേ നാട്ടുകാർ പറയുന്നത് എന്തൊക്കെയാണ്? ഇനി പറ, എന്റെ കുട്ടി ആര് രക്ഷിക്കും? ഇവളുടെ ജീവിതം ആര് സംരക്ഷിക്കും? ഇവൻ. സ്റ്റീഫച്ചായ, എന്റെ അനിയൻ ഇവളെ രക്ഷിക്കും. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ പറയാം, കുരിശെങ്കിൽ വീട്ടിലെ സാം ഈ നിൽക്കുന്ന സത്യഭാമയെ വിവാഹം ചെയ്യും. സ്റ്റീഫച്ചായ, അച്ചായൻ എന്തൊക്കെയാ ഈ പറയുന്നേ? സാമേ, ഇന്നലെ ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കും നിനക്കും അറിയാം. പക്ഷേ ഈ നാട്ടുകാർക്ക് വേണ്ടത് അതല്ല. ഇപ്പൊ ഇവരുടെ കണ്ണിൽ നിങ്ങളാണ് തെറ്റ് ചെയ്തവര്. നമ്മൾ എത്ര സത്യം പറഞ്ഞാലും ഇവര് വിശ്വസിക്കുക കള്ളം മാത്രമായിരിക്കും. ഈ ലോകം അങ്ങനെയാണടാ. സത്യത്തിന് മുൻപിൽ എല്ലാവരും കണ്ണടയ്ക്കും. പക്ഷേ നീ ഇപ്പൊ ആ കണ്ണടച്ച പൊലിഞ്ഞു പോകുന്നത് ഒരു പാവം കുട്ടിയുടെ ജീവിതമാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ കുട്ടിയുടെ ജീവിതം നീ നശിപ്പിക്കരുത്. അങ്ങനെ വന്നാൽ ഈ സമൂഹത്തിന്റെ മുൻപിൽ നീയും ഇവളും തെറ്റുകാരാകും. നമ്മുടെ കുടുംബം ഇതുവരെയും ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ചേട്ടൻ പറയുന്നത് എൻ്റെ അനിയൻ അനുസരിക്കണം. നീ ഇവളെ ഇപ്പം ഇവിടെ വെച്ച് കെട്ടണം. അച്ചായ. ജോണേ, നീ പോയി ചെന്ന് ഒരു മിന്നി മേടിച്ചിട്ട് വാ. ഉടനെ തന്നെ വേണം. ശരി അച്ചായ. വാ മോനെ, ഇറങ്ങ്. അമ്മേ, നമ്മൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പറയാം, മോൻ വാ. ഇതെന്താ ഒരു ആൾക്കൂട്ടം? ഇനി അവൾക്ക് എന്തേലും? അതെ ചേച്ചി, ഇവിടെ എന്താ പറ്റിയേ? അത് മോളെ, ഇവിടെയുള്ള ഭാമയെ ഇന്നലെ ഏതോ ഒരുത്തന്റെ കൂടെ പിടിച്ചു. ഇപ്പൊ അവരുടെ കെട്ട് നടത്താൻ പോകുമോ? സ്റ്റീഫച്ചായ, ഇന്നാ മിന്ന. അതെ, കെട്ടുന്നതിന് മുമ്പ് ദേ ആ പെണ്ണിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയില്ലേ, അതയക്കണം. ആ, അത് ശരിയാ. ഈ പെണ്ണ് ഡിവോഴ്സ് ആയതല്ലേ? അതെ അതെ, ഇതിന്റെ ഭർത്താവ് വേറെ ഏതോ പെണ്ണിനെ കെട്ടിയെന്നാ കേട്ടത്. ഹോ, ഈ പെണ്ണിന്റെ ഒരു തലവിധി. സാമേ, ആ താലിയങ്ങ് ഊരിയെടുക്ക്. ചായ ഞാൻ ചെയ്യ്. ഇന്നാ, ഇനി ഈ മിന്ന് ഇവളുടെ കഴുത്തിലിടിക്ക്. मङ्गलं भगवान् विष्णु मङ्गलं
നിങ്ങളെല്ലാവരും ഇപ്പം കണ്ടല്ലോ, ഇന്നു മുതൽ ഇവള് ഇവന്റെ ഭാര്യയാണ്. ഇനി ഇവളെക്കുറിച്ച് ആരേലും എന്തേലും വേണ്ടാതിനം സംസാരിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ, പിന്നെ ഇവള് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാത്തത്. ഇനി ഇവളുമായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല. നീ ഇവളെ ശല്യപ്പെടുത്തിയെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ പിന്നെ നീ ഉണ്ടാവില്ല. ജോണേ, വണ്ടിയെടുക്ക്. സാമേ, നിന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് വാടാ. ഭഗവാൻ വിഷ്ണു മംഗളം ഗരുഡധ്വജ